കേരളത്തിൽ മോദി അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നു. സീറ്റ് നേടുക എന്നുള്ള ലക്ഷ്യം മാത്രമാക്കിയാണ് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കരിവന്നൂർ വിഷയം സജീവമാക്കി നിലനിർത്തുകയും അതിൽ കൂടുതൽ അറസ്റ്റിനുള്ള നീക്കങ്ങൾക്കുമാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഇ ഡി പിടിച്ചെടുത്ത 90 കോടി രൂപ പാവപ്പെട്ടവർക്ക്, അതായത് ആ പണം നിക്ഷേപിച്ച ആ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാൻ ഉള്ള ഒരു ഉത്തരവ് ഇ ഡിക്ക് നൽകി കഴിയുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ പേരിൽ, അതായത് കരിവന്നൂർ തട്ടിപ്പ് കേസിലെ കൂടുതൽ പ്രതികളെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയാണ്. കാരണം കരിവന്നൂരാണ് BJPക്ക് തൃശ്ശൂരിലെ വിജയത്തിൻ്റെ ഒരു ഫോർമുല. കരിവന്നൂർ വിഷയം ഉയർത്തിക്കൊണ്ട് CPM-നെ തളർത്തുക എന്നത് തന്നെയാണ് മോദി ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ കരിവന്നൂർ വിഷയം തുടർച്ചയായി തന്നെ മോദി ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റുമായി നരേന്ദ്രമോദി നടത്തിയ ഒരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിലും കരിവന്നൂർ വിഷയം തന്നെയായിരുന്നു ഉയർത്തിയത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി വയനാടിന് പുറമെ അമേഠിയിൽ കൂടി മത്സരിക്കുന്നതിനെ മോദി ചോദ്യം ചെയ്യുന്നു. മോദി പറയുന്നത് ഭയം കൊണ്ടാണ് വയനാടിന് പുറമെ അമേഠിയിൽ കൂടി മത്സരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസിനെയും CPM-നെയും കടന്നാക്രമിക്കുമ്പോൾ CPM-ന്റെ ശക്തി ക്ഷയിപ്പിച്ചുകൊണ്ട്, അതായത് സഹകരണ കൊള്ള എന്ന് തന്നെയാണ് അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം BJP എന്നും ക്രൈസ്തവർക്കൊപ്പമാണ്. അതായത് സഭാവിശ്വാസികൾക്ക് കൃത്യമായി തന്നെ അറിയാം. കേരളത്തിലെ സഭാ തർക്കം പരിഹരിക്കാൻ ഈ പല ബിഷപ്പുമാരും തന്നെ വന്ന് കണ്ട് സംസാരിച്ചിരുന്നു. ഏതായാലും അടുത്ത വർഷം മാർപ്പാപ്പ ഇന്ത്യയിൽ എത്തുന്നുണ്ട്. അപ്പോഴേക്കും ഒരു പരിഹാരം ഉണ്ടായേക്കും എന്ന് പറയുന്നു. LDF-ഉം UDF-ഉം കാലങ്ങളായി ക്രൈസ്തവരെ തമ്മിത്തല്ലിക്കുകയും പറഞ്ഞു പറ്റിക്കുകയുമായിരുന്നു എന്ന് മോദി പറയുന്നു. ഏതായാലും ശക്തമായി തന്നെ കേരളത്തിൽ ഒരു അജണ്ട സെറ്റ് ചെയ്ത് അതിലൊന്ന് കരിവന്നൂർ കൊള്ളയും മറ്റുമാണ്. അതിൽ ഈ മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ളവ വരുന്നു. അങ്ങനെ ആ CPM-ന് ക്ഷീണം തട്ടിച്ചുകൊണ്ടുള്ള ഒരു പോക്ക്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് എങ്ങുമെത്താൻ കഴിയില്ല, പ്രധാനമന്ത്രി ആകാൻ കഴിയില്ല, ഇല്ലെങ്കിൽ മറ്റ് രീതിയിലേക്ക് മുന്നേറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് വയനാടിന് പുറമെ അമേഠിയിലും അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാകുന്ന രീതിയിൽ കോൺഗ്രസിൻ്റെയും ആ ഒരു ക്ഷീണത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. ഏതായാലും മോദി അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നു. കേരളത്തിൽ നിന്ന് സീറ്റ് ഇത്തവണ നേടിയിരിക്കും. അക്കൗണ്ട് തുറക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് മോദിയുടെ ഓരോ നീക്കവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.